താരസംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണല്ലോ. അവിടെ ജഗദീഷ് പൊളിഞ്ഞു പോകും എന്ന അവസ്ഥയാണ്. ജഗദീഷ് ഒരു കൂർമ്മ ബുദ്ധിക്കാരനാണ്. പ്രായം കൊണ്ട് പക്വത ആർന്ന സീനിയർ താരമാണെങ്കിലും അദ്ദേഹം അടപടലം രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം മുമ്പ് പത്തനാപുരത്ത് മത്സരിക്കുമ്പോൾ KB ഗണേഷ് കുമാറിൻ്റെ പ്രചരണ വേദിയിൽ മോഹൻലാൽ എത്തുകയും മോഹൻലാൽ ജഗദീഷിനെ മൈൻഡ് ചെയ്തില്ല എന്ന സ്ഥിതി വരികയും ചെയ്തപ്പോൾ ജഗദീഷ് പറഞ്ഞ ചില വാക്കുകളാണ് ഓർമ്മ വരുന്നത്. ജഗദീഷ് അന്ന് പറഞ്ഞു, എന്താണ്, ഒരു നടൻ, രണ്ട് നടന്മാർ മത്സരിക്കുന്നു, എതിരെ മത്സരിക്കുകയാണ്, മുഖത്തോട് മുഖം നോക്കി നിന്ന് മത്സരിക്കുമ്പോൾ ഒരു സീനിയർ നടൻ, ജനപ്രിയനായ ഒരു താരം ഒരു നടൻ്റെ മാത്രം മത്സരവേദിയിൽ വന്ന് വോട്ടഭ്യർത്ഥിച്ചു പോകുന്നത് ശരിയായ കീഴ്വഴക്കമല്ല എന്ന് അന്ന് മോഹൻലാലിനെ വിമർശിച്ച വ്യക്തിയാണ് ജഗദീഷ്. ജഗദീഷിന് അന്ന് ജയിക്കാൻ കഴിഞ്ഞില്ല, തോറ്റ് പാളീസായിപ്പോയി. ഇപ്പോഴമ്മയുടെ താര സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് ജഗദീഷ് നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. ജഗദീഷ് തോൽക്കും എന്നത് അവിടുത്തെ എല്ലാവർക്കും അറിയാം. ജഗദീഷ് പൊതുസമ്മതനാണ് എന്ന് നോക്കിയാൽ, പബ്ലിക് ഒപ്പീനിയനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജഗദീഷ് പ്രസിഡന്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന നാട്ടുകാരും ജനങ്ങളുമൊക്കെ ഉണ്ടാകും. പക്ഷേ ആ സംഘടനയിലെ അംഗങ്ങൾക്കറിയാം കുതികാല് വെട്ടിയാണ് ജഗദീഷ് എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജഗദീഷ് അടപടലം തോറ്റ് തൊപ്പിയിടും ഈ ഇലക്ഷനിൽ. ഇത് പറഞ്ഞു വയ്ക്കുന്നത് മാലാ പാർവതി എന്ന പഴയ SFI-കാരിയും പഴയ CPM-കാരിയും ഇപ്പോഴും CPM അനുഭാവിയുമായ മാലാ പാർവതി എന്ന നടിയുണ്ട്. മാലാ പാർവതി പറയുന്നത്, സിദ്ദിഖിനെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിനെതിരെ ലൈംഗിക കുറ്റ ആരോപണം വന്നപ്പോൾ അമ്മയുടെ ഭാരവാഹിയാണ് സിദ്ദിഖ്. അപ്പോൾ അമ്മ പത്രസമ്മേളനം നടത്താൻ മാധ്യമങ്ങളെ കാണാൻ ഒരുക്കമായിരുന്നു. അമ്മയിലും മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിരുന്നു. ഉടനെ ജഗദീഷ് ഇടങ്കോലിട്ടു. ജഗദീഷും ഭാരവാഹിയായിരുന്നല്ലോ. ജഗദീഷ് ഇടങ്കോലിട്ട് പറഞ്ഞു, ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത് ശരിയല്ല, ഇപ്പോൾ മാധ്യമങ്ങളെ കാണരുത് എന്ന് പറഞ്ഞ് വിലക്കി. ജഗദീഷ് സീനിയർ താരമാണ്. ജഗദീഷിന് എല്ലാ ആളുകളും റെസ്പെക്റ്റ് നൽകുന്നുണ്ട്. അതുകൊണ്ട് ജഗദീഷ് പറഞ്ഞത് ആളുകൾ അംഗീകരിച്ചു. അതായത് താരങ്ങൾ അംഗീകരിച്ച് അന്ന് വാർത്താ സമ്മേളനമൊന്നും നടത്തിയില്ല, മാധ്യമങ്ങളെ കണ്ടില്ല. എന്നാൽ പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ജഗദീഷ് ഈ പ്ലേറ്റ് അങ്ങ് മാറ്റി. ജഗദീഷ് പറഞ്ഞു, യുവമാർക്ക് എന്താ വായില്ലേ, യുവമാർക്ക് എന്തുകൊണ്ട് പ്രതികരിച്ചുകൂടാ എന്ന് പറഞ്ഞ് മോഹൻലാലിനെ ഉൾപ്പെടെ താറടിച്ച് എടുത്ത് പുരപ്പുറത്തിട്ട് അലക്കി ജഗദീഷ്. എന്നിട്ട് ജഗദീഷ് നല്ല പിള്ള ആവുകയും ചെയ്തു. ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാം. ജനങ്ങൾ ഒരുപക്ഷെ എങ്കിൽ ഒരു വാർത്ത ഒരു തിര മറുതിര പോലെ ഒന്നിനൊന്നിന് പുതിയ പുതിയ വാർത്തകൾ വന്ന് വിവാദങ്ങളും വന്ന് കൊടുമ്പിരി കൊള്ളുമ്പോൾ ഈ അമ്മയിലെ വിവാദമൊക്കെ ജനങ്ങളങ്ങ് മറന്നുപോയിരിക്കാം. പ്രത്യേകിച്ച് സിദ്ദിഖിൻ്റെ കേസൊക്കെ ആളുകളങ്ങ് മറന്നുപോയിരിക്കാം. ആ നാളിൽ ജഗദീഷ് ചെയ്തതൊക്കെ ആളുകൾ മറന്നിരിക്കാം. പക്ഷേ താരസംഘടനയിലെ അംഗങ്ങൾ വോട്ട് ചെയ്യേണ്ട ആളുകൾ മറക്കില്ലല്ലോ. വോട്ട് ചെയ്യേണ്ട ആളുകളിൽ ഒരാളാണല്ലോ മാലാ പാർവതിയും. അതുകൊണ്ടാണ് പറയുന്നത് ജഗദീഷ് ഒരു കള്ളനാണ്, കള്ളനാണയമാണ്, കൂർമ്മ ബുദ്ധിക്കാരനാണ്. അയാളെ താരസംഘടനയിലെ ആർക്കും ഇഷ്ടമല്ല. പൊതുജനങ്ങൾ എന്തു പറഞ്ഞാലും ഈ സംഘടനയെ പിന്നിൽ നിന്ന് കുത്തിയ വ്യക്തിയാണ് ജഗദീഷ്. ഈ മത്സരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആരും തന്നെ, ഇപ്പോൾ അനൂപ് ചന്ദ്രനാകട്ടെ, രവീന്ദ്രനാകട്ടെ, ചേർത്തല ജയനാകട്ടെ, ബാബുരാജാകട്ടെ, ഇവരാരും തന്നെ ഒരു പൊതു സ്വീകാര്യത ഉള്ള വ്യക്തികളല്ല. ജോയി മാത്യു എന്നൊരു ഒരു വലിയ വായിൽ വർത്തമാനം പറയുന്ന സാമൂഹിക പ്രവർത്തകനും നടനും പഴയ പത്രപ്രവർത്തകനുമായ ഒരു വ്യക്തിയുണ്ട്, ജോയി മാത്യു. നിങ്ങൾക്കൊക്കെ അറിയാം. അയാളുടെ നാമനിർദ്ദേശ പത്രിക എടുത്ത് ചവറ്റുകൊട്ടയിൽ കളഞ്ഞു. അതാണ് ഏറ്റവും നല്ല ഒരു തീരുമാനം. അവിടുത്തെ ഇലക്ഷനുമായി ഭരണാധികാരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അയാളുടെ പത്രിക തള്ളി. അത് തന്നെ വലിയ ആശ്വാസമായിട്ടാണ് താരങ്ങൾ കാണുന്നത്. കാരണം ഇമാതിരിയുള്ള ആളുകളൊക്കെ അധികാര സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താകും താരസംഘടനയുടെ സ്ഥിതി എന്ന് ആശങ്ക താരങ്ങൾക്ക് തന്നെയുണ്ട്. അതുകൊണ്ട് അയാളുടെ പത്രിക ആദ്യമേ തന്നെ തള്ളിപ്പോയതിൽ വളരെ സന്തോഷം അനുഭവിക്കുന്ന ആളുകളാണ് ഈ പല വോട്ടർമാരും, മിക്കവാറും താരങ്ങളെല്ലാം തന്നെ. അതുകൊണ്ടാണ് മാലാ പാർവതി പറയുന്നത്, ഒരിക്കലും ഈ വായിക്ക് രുചിയുള്ള ഒരുത്തനുമില്ല. അതായത് പേരെടുത്ത് പറയാൻ കൊള്ളാവുന്ന ഒരു മനുഷ്യനും മത്സര രംഗത്തില്ല. കുറേ ആളുകൾ പത്രിക കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് പേരെടുത്ത് പറയാൻ പറ്റുന്നത് ജഗദീഷാണ്. ജഗദീഷും തോറ്റ് തൊപ്പിയിടണം എന്നാണ് മാലാ പാർവതി ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾ മത്സര രംഗത്തേക്ക് വരുന്നത്, സിദ്ദിഖ് ആകട്ടെ, വിജയ് ബാബു ആകട്ടെ, അതുപോലെ തന്നെ ഇടവേള ബാബു ആകട്ടെ, ഇവരൊക്കെ ഇവർക്കെതിരെ കേസൊക്കെ വന്നപ്പോൾ സംഘടനയിൽ നിന്ന് മാറി നിൽക്കാൻ, അതായത് അധികാര സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ അവർ സന്നദ്ധരായി. തങ്ങളില്ല, അമ്മയുടെ ചുമതല വഹിക്കുന്നില്ല, കാരണം ഇങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുന്നു, അതുകൊണ്ട് മാറി നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ, ഒഴിവാകാൻ തയ്യാറായി. എന്നാൽ ഇവിടെ ആകട്ടെ, ഇവിടെ ബാബുരാജൊക്കെ ഇപ്പോഴും ആരോപണ വിധേയരാണ്. ആ ബാബുരാജൊക്കെ നോമിനേഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് അമ്മ എന്ന സംഘടനയെ പൊതുജന മധ്യത്തിൽ എന്ത് സംഭവം വന്നാലും, ദിലീപ് പോലും ഭാരവാഹിത്വത്തിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ തയ്യാറായ മനുഷ്യനാണ്.
അപ്പോൾ ഈ അമ്മ എന്ന താരസംഘടന ആളുകളൊക്കെ ഉറ്റുനോക്കുന്നുണ്ട്. താരങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ആ സംഘടനയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാൻ ആളുകൾക്ക് ആഗ്രഹമുണ്ട്, ഉറ്റുനോക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി മാന്യമായ ഇടപെടൽ, ധാർമ്മിക ബോധത്തോടു കൂടിയുള്ള ഇടപെടൽ ഈ മത്സരാർത്ഥികൾ കാണിക്കണമായിരുന്നു എന്നാണ് മാലാപാർവതി പറയുന്നത്. അത് തീർച്ചയായും അത് ഉചിതമായി തോന്നാൻ. അപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു ചോദിക്കും, സർക്കാരിൽ നോക്കൂ, അഴിമതിക്കാരില്ലേ, അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവരില്ലേ, അവരൊക്കെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുകയാണോ? എന്നിട്ട് മുകേഷിന്റെ നേരെയും വിരൽ ചൂണ്ടും. മുകേഷിനെതിരെ പ്രശ്നം വന്നപ്പോൾ മുകേഷ് MLA സ്ഥാനം രാജിവെച്ചോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരു ധാർമ്മികത, അമ്മ എന്ന താരസംഘടന, ആളുകൾ, ജനങ്ങൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന താരങ്ങളുടെ ഒരു സംഘടനയിൽ എന്ത് നടന്നാലും പെട്ടെന്ന് അറിയും, വാർത്താ പ്രാധാന്യം ലഭിക്കും. അവർ കുറെ കൂടി ധാർമ്മികമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയാണ് മാലാപാർവതി പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ നിൽക്കുന്ന ഈ പാനലിലൊക്കെ ഉള്ള ആളുകൾ വളരെ മോശപ്പെട്ട വ്യക്തികളാണെന്ന് പറയാതെ പറഞ്ഞു പോകുന്ന ഒരു തരം സമീപനമാണ് മാലാപാർവതി സ്വീകരിച്ചിട്ടുള്ളത്. ജഗദീഷിന്റെ കാര്യത്തിൽ അവരെടുത്തെടുത്ത് പറയുന്നുണ്ട്, ഇയാൾ തോൽക്കണം. കാരണം ഇയാൾ ഒരിക്കലും അധികാര തലപ്പത്തേക്ക് വരാൻ അർഹതയില്ലാത്ത വ്യക്തിയാണ്. ഈ സംഘടനയെ ആപത്ഘട്ടത്തിൽ പിന്നിൽ നിന്ന് കുത്തിയ ജഗദീഷിനെ എങ്ങനെയും തോൽപ്പിക്കണമെന്ന് പരസ്യ പ്രസ്താവന നടത്തുകയാണ് മാലാപാർവതി ചെയ്യുന്നത്. ഒരു തരത്തിൽ അത് ശരിയുമാണ്. ജഗദീഷിനെ പോലെ പരിണിതപ്രജ്ഞനായ നടനും സീനിയോറിറ്റിയുള്ള നടനും കോളേജ് അധ്യാപകനൊക്കെ ആയിരുന്ന വ്യക്തി ഇങ്ങനെ ഒരു അത്യാപത് ഘട്ടത്തിൽ സംഘടനയെ പിന്നിൽ നിന്ന് കുത്തിയിട്ട് നല്ല വെള്ള ചമയാൻ പീലാത്തോസിനെ പോലെ കൈകഴുകി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ബെഡായി അടിച്ച കഥയും ആ ദൃശ്യങ്ങളുമൊക്കെ നമുക്ക് കാണാപ്പാടമാണ്. അതുകൊണ്ട് ജഗദീഷ് അമ്മ തെരഞ്ഞെടുപ്പിൽ തോൽക്കുക തന്നെ ചെയ്യും.